السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സുന്നത്തി ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലായി, അതിൻ്റെ പ്രചരണങ്ങളിലായി മുന്നോട്ട് നീങ്ങാനുള്ള ആയുസ്സും അവസരങ്ങളും അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള നമ്മുടെ പ്രസംഗ പരമ്പരയുടെ 42ാം ദിവസമാണ് ഇന്ന്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആശയ ദൃഢതയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിലനിർത്തിപ്പോരുന്ന, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹ സൃഷ്ടിപ്പിനായി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചരിത്ര സംഭവങ്ങളാണ് കഴിഞ്ഞ 41 ദിവസവും നാം ഇവിടെ കേട്ടത്. മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കാവുന്ന രൂപത്തിൽ വിഷയങ്ങളിൽ ഇടപെട്ട് എല്ലാ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ദീനീ ഉമ്മത്തിനെ ഐക്യത്തോടെ ഇസ്സത്തോടെ നിലനിർത്തി എന്നതാണ് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതിനുവേണ്ടി പ്രധാനമായും ഒരു വൈജ്ഞാനിക വിപ്ലവം തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യം കൊള്ളയടിച്ച് അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോവുക എന്നതാണ് മുസ്ലിങ്ങളെയും ഭാരതീയരെയും പ്രകോപിപ്പിച്ചതെങ്കിൽ, അവരുടെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ മതവിശ്വാസികൾക്ക് അവരെ മതങ്ങളുടെ പ്രാഥമിക പഠനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിരുന്നു. എന്ന് വെച്ചാൽ സ്കൂളുകളിൽ തന്നെ ഖുർആനും ഹദീസും അഖീദയും ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അതിനെ എതിർത്തിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷുകാർ നാടുപേക്ഷിച്ചു പോയപ്പോൾ ഈ നാട് നമ്മുടേതായി. നമ്മുടേതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മൊത്തം ജനങ്ങളുടേതായി. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് മതേതര ജനതയുടെ ഗവൺമെൻറ്റായി. അങ്ങനെ വരുമ്പോൾ ഒരു മതേതര രാജ്യത്ത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പഠനം നടത്തുക എന്നത് അപ്രായോഗികമാണ്. കാരണം ഗവൺമെൻറ് മത ഗവൺമെൻ്റ് അല്ല, മതേതര ഗവൺമെൻറ്റാണ്. എല്ലാ മതങ്ങൾക്കും മതമില്ലാത്തവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇവിടെ സ്കൂളുകളിൽ മതപഠനം നടത്തുക എന്നത് പ്രായോഗികമല്ല. ആ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നടന്നിരുന്ന മതപഠനം ഗവൺമെൻറ് നിർത്തിവെച്ചു. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇത് വലിയ ദുരിതമാണ് ഉണ്ടാക്കി തീർത്ത്. ഒന്ന്, മലബാർ കലാപത്തെ തുടർന്ന് മുസ്ലിങ്ങൾക്ക് ആൾനാശം സംഭവിച്ചു. ആൾനാശം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ കൊലയപ്പെട്ടപ്പോൾ പാവപ്പെട്ട വിധവകളും അനാഥകളുമായി മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം സാമ്പത്തികമായി കഴിവുള്ളവർ ഇല്ലാതെയായി. കാരണം അവർ നാട് കടത്തുകയോ പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ കൽത്തുറുങ്കിലടക്കപ്പെടുകയോ ചെയ്തു. അന്തമാൻ പോലുള്ള കാടൻ പ്രദേശങ്ങളിലേക്ക് ഇവിടത്തെ ചോരയും നീരുമുള്ള മുസൽമാനെ കയറ്റിയച്ചു. വാഗൺ ട്രാജഡി പോലെ ലോകത്തിൻ്റെ മുന്നിൽ ഇന്നും വേദനയോടെ കൂടെ കണ്ണീരോടെ കൂടെ മാത്രം ഓർക്കാൻ സാധിക്കുന്ന മനുഷ്യ കൂട്ടക്കൊല നടന്നു. അതിനെല്ലാം ഇരകളായത് ഈ പാവം സമുദായമാണ്.
അതൊരു ഭാഗത്തെ അനുഭവിക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്ത് പീഡനം സഹിച്ചാലും അള്ളാഹുവിലുള്ള വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട്, മുത്തുനബിയിലുള്ള വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട്. അതിന് പ്രാഥമികമായ പഠനമെങ്കിലും അത്യാവശ്യമാണ്. അത് മുടങ്ങിയതോടുകൂടെ മുസ്ലിങ്ങൾക്ക് അത് ഏറ്റവും വലിയ ദുരന്തമായി. ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇടപെടലുണ്ടാകുന്നത്. 1926 ജൂൺ 26 രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1947 ഭാരതീയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സ്കൂളുകളിലുണ്ടായിരുന്ന മതപഠന സൗകര്യം ഇല്ലാതെയായപ്പോൾ അവിടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടപെട്ടു. യഥാർത്ഥത്തിൽ മദ്രസ പഠന സ്കൂളുകളിൽ നിരോധിക്കപ്പെട്ടതോടുകൂടെ വീടുകൾ ഓത്തുപള്ളികളായി മാറുന്ന കാഴ്ചയുണ്ടായി. എൻ്റെ കുട്ടിക്ക് ഞാൻ തന്നെ പഠിപ്പിക്കണം, അതിന് ഓർഡറോ സിസ്റ്റമോ സിലബസോ ഒന്നുമില്ല. ധാരാളം ഓത്തുപള്ളികൾ ഉണ്ടായി. വീട്ടമ്മമാർ തന്നെ, വീട്ടിലെ ഉമ്മമാര്, വല്യമ്മമാര് തൻ്റെ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി, തൻ്റെ കുടുംബത്തിലെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വീടുകൾ ഓത്തുപള്ളികളാക്കിയപ്പോൾ ആ ഓത്തുപള്ളികളെ ഒരു ഒരു സിസ്റ്റത്തിലാക്കി കൊണ്ടുവരികയും അതിനാവശ്യമായ സിലബസ് രൂപീകരിക്കുകയും ചെയ്യുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദ്യമായി തന്നെ അത് വിദ്യാഭ്യാസ രംഗത്ത്, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ചത്. അതിനൊരു കാരണമുണ്ടായി. ഈ മദ്രസകളിലുള്ള സ്കൂളുകളിലുള്ള മദ്രസ പഠനം ഇല്ലാതെയാക്കപ്പെട്ടപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മൊത്തം ഇതിൻ്റെ ഈ ചിത്രമൊന്ന് പരിശോധിച്ചപ്പോൾ മുഅ്മിനീങ്ങൾ അവരുടെ മക്കൾക്ക്, അവരുടെ പേരമക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അവര് സ്വന്തം വീടുകൾ ഓത്തുപള്ളികളാക്കി മാറ്റി അങ്ങനെയുള്ള വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടുതലുണ്ടാകാൻ ശ്രമിക്കുകയുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടക്കം ചെയ്തത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇനി വരാനിരിക്കുന്ന ഭരണ പരിഷ്കാരങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളും മുൻകൂട്ടി കാണുകയായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 16ാം വാർഷിക സമ്മേളനം, ആ വാർഷിക സമ്മേളനം 1945 ചേരുന്നത്. അപ്പോൾ രാജ്യം ഏകദേശം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. അതിനാൽ തുടർന്ന് തന്നെ മദ്രസ പഠനം, സ്കൂളുകളിൽ നിന്ന് ഇല്ലാതെയാകും എന്നെല്ലാം മുൻകൂട്ടി കാണുകയാണ്. ഏതായാലും കാര്യവട്ടത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 16ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. 1945 കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണ് അതിൻ്റെ അധ്യക്ഷൻ. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അല്പം സുദീർഘമായ പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 1 മുതൽ 10 കൂടിയ ക്ലാസ്സുകളെങ്കിലും സ്കൂളുകളിൽ 1 മുതൽ 10 കൂടിയ ക്ലാസ്സുകളിലെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് ആ സ്കൂൾ പഠനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ കുട്ടികൾക്ക് കൂടുതൽ മതപഠനം നൽകാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. സുന്നത്തിയമായത്തിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു പാഠ്യപദ്ധതി ഇതിന് നാം തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് ഈ സമ്മേളനത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാഫഖി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ഇതാണ് വേണമെങ്കിൽ നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പൊതുവേദിയിൽ മദ്രസ പാഠപുസ്തകത്തിന് ഒരു 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കണം എന്ന നിലക്കുള്ള ഒരു ആദ്യത്തെ പ്രസംഗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടേതായിരിക്കും. അതോടുകൂടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ചർച്ച വന്നു. ഈ ഇതുപോലെ പ്രമേയങ്ങൾ വരാൻ തുടങ്ങി, ലേഖനങ്ങൾ വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ അഥവാ നൂറുൽ ഉലമ മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഖപത്രമായ അൽ ബയാനിൽ ഇത് സംബന്ധമായ സുദീർഘമായ ലേഖനമേകി. മാത്രമല്ല 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ വടകരയിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 19ാം വാർഷിക സമ്മേളനത്തിലേക്ക് മഹാനായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു സുദീർഘമായ കത്ത്, അതിന് വേണമെങ്കിൽ നമുക്ക് പ്രമേയമെന്ന് തന്നെ പറയാം, അതിൽ മഹാനവറുകൾ സൂചിപ്പിച്ചു നമ്മുടെ ഓത്തുപള്ളികളെ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലാക്കുകയും
അതിനാവശ്യമായ സിലബസുകൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ സ്കൂൾ സിലബസ് പോലെ സമയബന്ധിതമായി മദ്രസകൾക്ക് ആവശ്യമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കണമെന്നും അങ്ങനെ അതിന് ചില മാർഗരേഖകളും എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു 951 മാർച്ച് 23, 24, 25 തീയതികളിലായി ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 19ാം വാർഷിക സമ്മേളനത്തിലേക്ക് കൊടുത്ത കത്ത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ അതിൻ്റെ ഒരു ഔദ്യോഗികമായ തുടക്കം അതാണെന്ന് പറയാം. 2 കൊല്ലം മുമ്പ് അഥവാ 16ാം വാർഷിക സമ്മേളനത്തിൽ ബാഫഖ് തങ്ങൾ ചെയ്ത പ്രസംഗവും 19ാം സമ്മേളനത്തിലേക്ക് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത സുദീർഘമായ ലെക്ചറും അതിന് മുമ്പ് അൽ ബയാനിൽ എം.എ. ഉസ്താദ് എഴുതിയ ലേഖനവും അതിനെ തുടർന്ന് കേരളത്തിൽ ഇതൊരു വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഇതൊരു അനിവാര്യമാണ്. അങ്ങനെയാണ് ഈ പൊതുസമ്മേളനത്തിൽ ഈ ചർച്ച സജീവമായത്. അങ്ങനെ ഈ നിരവധി പണ്ഡിതന്മാർ പങ്കെടുത്ത 19ാം വാർഷിക സമ്മേളനത്തിനോടനുബന്ധമായ മുഷാവറയിലും തുടർന്നുള്ള ചർച്ചകളിലുമെല്ലാം ഇതിന് വലിയ മേൽക്കോയ്മ കിട്ടുകയും അങ്ങനെ ദീർഘ ചർച്ചയ്ക്ക് ശേഷം കെ.പി. മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ കൺവീനറായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിയ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ ഒരു തുടക്കമെന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇതിൻ്റെ ഈ 19ാം സമ്മേളനം കഴിഞ്ഞ് ഉദ്ദേശം 6 മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും നേതാക്കളെയും ക്ഷണിച്ചു വരുത്തി 1951 സെപ്റ്റംബർ 17-ാം തീയതി വാളക്കുളത്ത് അഥവാ അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിൽ ഒരു പ്രതിനിധി സമ്മേളനം ചെയ്യുകയുണ്ടായി. വാളക്കുളത്ത് അത് നിങ്ങൾ നോക്കൂ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന് ഖുർആൻ സൂറത്ത് യാസീൻ ആദ്യത്തെ മുബീൻ. മരിച്ച ശേഷം എന്തിനാണ് മനുഷ്യരെ ജീവിപ്പിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളും അതിൻ്റെ തുടർ ചലനങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് മരിച്ച ശേഷം നിങ്ങളെ ജീവിപ്പിക്കുന്നു ഖുർആൻ പറയും. നോക്കൂ, നാം ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ അത് എവിടെ എത്തുമെന്ന് അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. അതിൻ്റെ ആനുകൂല്യം എത്ര ആൾക്കാർ കിട്ടും എന്നും അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫഖ് തങ്ങൾ, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിന് തുടക്കക്കാരായ ആളുകൾ, ആ കാര്യം അള്ളാഹു അത് മാത്രമല്ലല്ലോ എഴുതിയിരിക്കുക, അത് എവിടെ എത്തും, എത്ര ലക്ഷം കുട്ടികൾ അതുകൊണ്ട് ദീൻ പഠിക്കും, അതിൻ്റെ ടോട്ടലി കൂലി എത്രയുണ്ടാവും, അതിൻ്റെ ആളോഹരി എത്രയുണ്ടാവും, അത് അള്ളാഹു തആല എഴുതി വെച്ചിട്ടുണ്ടെന്നാണല്ലോ ഈ ഖുർആനിൽ പറയുന്നത്. മാത്രമല്ല വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, അത് മാഞ്ഞു പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത ചിപ്പിക്കകത്ത് ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നും അള്ളാഹു പറഞ്ഞല്ലോ. അത് കാട്ടിത്തരാനാണ് നിങ്ങൾ മരിച്ച ശേഷം നിങ്ങളെ ജീവിപ്പിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. മഹാനായ ബാഫഖ് തങ്ങൾ, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, മഹാനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അതുപോലെ ഇതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിന്, ആദ്യത്തെ ചർച്ചയ്ക്ക് ശേഷം പ്രഥമ മീറ്റിങ്ങിന് വേണ്ടി കളമൊരുക്കിയ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന് എത്രയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന കൂലി. അള്ളാഹുവേ, ആ കൂലി അവർക്ക് ഇനിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. അവരുടെ സുംറയിലായി എന്നെയും ഈ പ്രസംഗം ശ്രവിക്കുന്നവരെയും അതുപോലെ അന്ന് മുതൽ അതേ റൂട്ടിൽ ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അങ്ങനെ ഇതിന്റെ പ്രഥമ മീറ്റിംഗ് ഒന്നുകൂടെ അതിന്റെ തീയതി പറയാം. 1951 സെപ്റ്റംബർ 17-ാം തീയതി വാളക്കുളത്ത് കൂടിയ കൺവെൻഷൻ. അതാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ജൈത്രയാത്രയ്ക്ക് നിദാനമായത്. ആരൊക്കെയാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 37 പേരെ സമസ്തയുടെ റെക്കോർഡിൽ കാണാം. നമുക്കൊന്ന് വായിക്കാം. അറിയുന്നത് നല്ലതാണല്ലോ. മാത്രമല്ലല്ലോ നമുക്ക് അവർ പേര് പറഞ്ഞ കൂലി കിട്ടുമല്ലോ. ഇതിൽ നിന്ന് ആരും ഇന്ന് ജീവിക്കുന്നുണ്ടാവില്ല. നമുക്ക് വായിച്ചു നോക്കാം ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ. 1 കെ.പി. മുത്തുക്കോയ തങ്ങൾ തലശ്ശേരി, 2 ടി.യു.കെ. അഹമ്മദ് മുസ്ലിയാർ, 3 സി.എച്ച്. മുഹമ്മദ് സിറാസി ഉസ്താദ് നാദാപുരം, 4 എം. അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊയിലാണ്ടി, 5 കെ. മുഹമ്മദ് അബുൽ കമാൽ മുസ്ലിയാർ
കാടേരി അഥവാ മലപ്പുറം മേൽമൂരിയിലാണ് കാടേരി. 6 MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന നൂറുൽ ഉലമ തൃക്കരിപ്പൂര്. 7 CV ബാവ മുസ്ലിയാർ എടക്കുളം. 8 P മുഹമ്മദ് കോയത്തങ്ങൾ പരപ്പനങ്ങാടി. 9 P മുഹമ്മദ് ഇമ്പിച്ചി മുസ്ലിയാർ പൊന്നിയാംകുറിശി. 10 N അബ്ദുള്ള മുസ്ലിയാർ കൊടശ്ശേരി. 11 KP കുഞ്ഞാമ മുസ്ലിയാർ. 12 അബ്ദുൽ അസീസ് മുസ്ലിയാർ തിക്കോടി. 13 NT അബ്ദുള്ള മുസ്ലിയാർ. 14 K ഉസ്മാൻ സാഹിബ്. 15 N ഫരീദ് മുസ്ലിയാർ എറണാകുളം. 16 KM കുഞ്ഞിമൂസ മുസ്ലിയാർ പാനൂര്. 17 K ആരി മുസ്ലിയാർ നാദാപുരം. 18 CH ബീരാൻകുട്ടി മുസ്ലിയാർ. 19 M അബ്ദുൽ അസീസ് മുസ്ലിയാർ. 20 ES മുത്തുക്കോയ തങ്ങൾ രാമന്തളി. 21 P അഹമ്മദ് കോയ മുസ്ലിയാർ കമ്പളക്കാട്. 22 NK അബ്ദുള്ള മുസ്ലിയാർ വല്ലപ്പുഴ. 23 T അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല. 24 NM മുഹമ്മദ് മുസ്ലിയാർ. 25 P മൂസക്കുട്ടി ഹാജി കണ്ണൂർ. 26 കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ കടമേൽ. 28 K മൂസാൻകുട്ടി ഹാജി തിരൂരങ്ങാട്. വലിയ പണ്ഡിതനാണ്. അവനെ മൂസാൻകുട്ടി ഹാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ചരിത്രം കുറേശ്ശെ നമുക്ക് പിന്നീട് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 29 PA അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂർ. PA അബ്ദുള്ള മുസ്ലിയാർ കാഞ്ഞങ്ങാട് സംയുക്ത ഖാദിയായിരുന്നു അദ്ദേഹം വഫാത്താകുമ്പോൾ. PA അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂർ. 30 V അബൂബക്കർ നിസാമി കടലുണ്ടി. 32 AV അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുന്നൂര്. 33 KP മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാട്. 34 K അബ്ദുള്ള മുസ്ലിയാർ തരുവണ. അബ്ദുള്ള മുസ്ലിയാർ എൻ്റെ തൊട്ടടുത്ത് പത്തനാപുരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തരുവണ അബ്ദുള്ള മുസ്ലിയാർ. 35 N അഹമ്മദ് ഹാജി എടത്തൂര്. 36 MK കമ്മുകുട്ടി മുസ്ലിയാർ താനൂര്. 37 MV കുട്ടി ഹസൻ ഹാജി. ഈ 37 ആളുകളാണ് മിനിറ്റ് സ്ലോപ്പ് വെച്ചിരിക്കുന്നത്. അബ്ദുൽ ബാരി ഉസ്താദ് പിന്നെ ഇതിലുണ്ടാവുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാനവറുകളെ വീട്ടിൽ തന്നെയല്ലേ യോഗം. വാളക്കുളം ജുമഅത്ത് പള്ളി അതിന്റെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ തുടക്കം മുതലേ വഹിക്കാരാണ് വാളക്കുളം ഉസ്താദാണ്. ഈ യോഗം ചേരുന്നത് വാളക്കുളം ജുമഅത്ത് പള്ളിയിലാണ്. വാളക്കുളം ജുമഅത്ത് പള്ളി അങ്ങനെ മുസ്ലിം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിപ്ലവത്തിന്റെ കളമൊരുങ്ങി. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് നോക്കൂ, എത്രയായിരിക്കും ഈ മഹാന്മാരുടെ കൂലി, സംഘാടക സമിതിയുടെ കൂലി എത്രയായിരിക്കും. അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതരും നേതാക്കളും അവിടെ ഒരുമിച്ചുകൂടി ദീർഘമായി ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ ബോർഡ് ഏതെല്ലാം രംഗത്ത് പ്രവർത്തിക്കണം, പ്രവർത്തന രൂപം എല്ലാം ആകണം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സമസ്തർ ആ വിദ്യാഭ്യാസ മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: 1. ദർസ് മദ്രസകൾ അഭിവൃദ്ധിപ്പെടുത്തുകയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യുക. 2. സ്ഥാപനങ്ങൾക്ക് ഒരു ഏകീകരണം, ഐക്യരൂപം നൽകുക. 3. ആവശ്യമായ പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും തയ്യാറാക്കുക. 4. അധ്യാപകർക്ക് ട്രെയിനിങ് ക്ലാസ് ആരംഭിക്കുക. 5. മദ്രസകൾ ബോർഡിന്റെ കീഴിൽ അംഗീകരിപ്പിക്കുകയും പരീക്ഷാ സമ്പ്രദായം ഏർപ്പെടുത്തുകയും മദ്രസ വിസിറ്റ് നടത്തുകയും ചെയ്യുക. എല്ലാ കാര്യം അന്നത്തെ മീറ്റിംഗിലാ തീരുമാനിച്ച്. മുസ്ലിം കേരളത്തിന്റെ ഭാവി ഭാഗധേയം നിർണയിച്ച സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് ശേഷം KP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയുമായി ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡ് ഔദ്യോഗികമായി നിലവിൽ വന്നു. നമുക്ക് അന്നത്തെ ആദ്യത്തെ സമസ്തയുടെ ആദ്യത്തെ ഭാരവാഹികളെ നമ്മളന്ന് വായിച്ചല്ലോ. അതുപോലെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ ഭാരവാഹികളെ നമുക്കൊന്ന് വായിക്കാം. 1. KP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ പ്രസിഡന്റ്. 2. അബുൽ കമാൽ K മുഹമ്മദ് മുസ്ലിയാർ കാടേരി വൈസ് പ്രസിഡന്റ്. 3. KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറി. 4. KM കുഞ്ഞിമൂസ മുസ്ലിയാർ അസിസ്റ്റന്റ് സെക്രട്ടറി. 5. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങൾ ഖജാൻജി. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും ആദ്യത്തെ ജനറൽ സെക്രട്ടറി KP ഉസ്മാൻ സാഹിബും ആദ്യത്തെ ഖജാൻജി സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുമാണ്. ഇനി നമുക്ക് അതിന്റെ പ്രഥമ മെമ്പർമാർ എക്സിക്യൂട്ടീവ് ആരാണെന്ന് നോക്കാം. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ,
കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, മാട്ടൂൽ TK അബ്ദുള്ള മുസ്ലിയാർ, പാലോട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂർ, KV മുത്തുകോയ തങ്ങൾ തലശ്ശേരി, PA അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂര്, K അബ്ദുള്ള മുസ്ലിയാർ തിക്കോടി, CH മുഹമ്മദ് സിറാസി മുസ്ലിയാർ നാദാപുരം, K അബ്ദുള്ള മുസ്ലിയാർ തരുവണ, N അഹമ്മദ് ഹാജി എലത്തൂര്, PV മുഹമ്മദ് കോയ മുസ്ലിയാർ ബേപ്പൂര്, P അബൂബക്കർ നിസാമി കടലുണ്ടി, PM പൂക്കോയ തങ്ങൾ തിരൂരങ്ങാടി, T അബ്ദുള്ള മുസ്ലിയാർ കൂട്ടിലങ്ങാടി, N അബ്ദുള്ള മുസ്ലിയാർ പൂന്താവനം, V മുഹമ്മദ് മുസ്ലിയാർ തൂത, EK അബൂബക്കർ മുസ്ലിയാർ, PCS കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, M അബ്ദുസ്സലാം മുസ്ലിയാർ, M ഖാദറുണ്ണി സാഹിബ്, CM അബ്ദുള്ള മുസ്ലിയാർ കുമരനെല്ലൂര്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുമരനെല്ലൂർ, CV ബാബു മുസ്ലിയാർ എടക്കുളം, KV മുഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട്, തഖിയുദ്ദീൻ ഷെരീഫ് മുസ്ലിയാർ എറണാകുളം, മുസ്തഫ ആലിം സാഹിബ് കൊല്ലം, P അഹമ്മദ് കോയ മുസ്ലിയാർ, C അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആലങ്കോട്. ഇങ്ങനെ പ്രസിഡന്റും അതിൻ്റെ ക്യാബിനറ്റ് അടക്കം 33 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയുടെ കീഴിലാണ് കേരളത്തിൽ ഈ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ തുടക്കമായത്. നോക്കൂ, ഈ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നും ഐക്യത്തിലും മതേതര ബോധത്തിലും രാജ്യസ്നേഹത്തിലുമായി ഊട്ടി ഉറപ്പിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിങ്ങൾ ആരും സിറിയയിലേക്ക് ആടി നോക്കാൻ പോയിട്ടില്ല. അഫ്ഗാനിൽ നടക്കുന്ന പോരാട്ടത്തിൽ കോലം മാറി സ്വർഗത്തിലേക്ക് നേരത്തെ പോകണമെന്ന ലക്ഷ്യവുമായിട്ട് അവിടെ പോയി അവിടെ US വെടിയേറ്റ് മരിക്കേണ്ട ഗതിയൊന്നും ഇവിടുത്തെ കേരളത്തിലെ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ വലിയ സമാധാനമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പേറ്റന്റ് പലരും അവകാശപ്പെടുന്നുണ്ടായേക്കാം. അതിൻ്റെ ഒന്നാമത്തെ പേറ്റന്റ് അവകാശം അതൊരു അവകാശമല്ല, അതൊരു യാഥാർത്ഥ്യം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം നമുക്ക് നാളെ പ്രസംഗത്തിൽ തുടരാം. കുറച്ച് ഒരു 2-3 പ്രസംഗം നമ്മൾ വിദ്യാഭ്യാസം പോലെ പറ്റി പറയാം. അതുപോലെ സമസ്തൻ്റെ മറ്റ് കഴിവുകളെ പറ്റി പറഞ്ഞ് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. റഹിമുറാഹിമായ റബ്ബ് ഈ നല്ല തുടക്കത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും, അതുപോലെ പേര് കേൾക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇതിൻ്റെ സംഘാടകരുണ്ടാവുമല്ലോ, ആ മീറ്റിംഗ് വെള്ളം കൊടുത്തവരുണ്ടാവുമല്ലോ, അവിടെ ഇരിപ്പിടം ശരിയാക്കിയവരുണ്ടാവുമല്ലോ, അവിടെ വന്നപ്പോൾ ഉസ്താദുമാരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചവരുണ്ടാവുമല്ലോ, അതുപോലെ അന്ന് ആദ്യമായി പുസ്തകം പ്രിന്റ് ചെയ്തപ്പം അത് അച്ചടിച്ചവരുണ്ടാവുമല്ലോ, അത് ബയാൻ ചെയ്തവർ ഉണ്ടാവുമല്ലോ, അത് പുസ്തകമായി കുട്ടികളെ കയ്യിലെത്തിച്ചവരുണ്ടാവുമല്ലോ. അങ്ങനെ ആരൊക്കെ സഹായികളും സഹകാരികളും ഉണ്ടെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അവർക്കൊക്കെ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകട്ടെ. ആ മഹാന്മാരെ സ്നേഹിക്കുന്ന നമുക്കും അല്ലാഹു തആല ആ മഹാന്മാരെ സുംറയിലായി സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.